ദേശീയ ഗാനത്തിൻ്റെയും ദേശീയ ഗീതത്തിൻ്റെയും പ്രധാന വ്യത്യാസങ്ങൾ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ഇത് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളി എന്ന ഭാഷയിലാണ് ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ എഴുതിയത്. ഇതിൻ്റെ ഹിന്ദി വേർഷനാണ് നമ്മൾ ആലപിക്കുന്നത്. 1950 ജനുവരി 24 ഭരണഘടനാ അസംബ്ലി ഇതിൻ്റെ ഹിന്ദി വേർഷൻ നമ്മുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചു. ഈ ദേശീയ ഗാനം ചൊല്ലുന്നതിന് നിർബന്ധിതമായ ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട്. ഈ ദേശീയ ഗാനം ചൊല്ലിത്തീരുന്നത് 52 സെക്കൻഡ് സമയത്തിനുള്ളിലാണ്. ദേശീയ ഗാനം ചൊല്ലുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആദരവ് കാണിക്കണം. സ്കൂളുകളിൽ ഇത് ചൊല്ലുന്നുണ്ട്. അറ്റൻഷനോടുകൂടി തന്നെ ആദരവോടുകൂടി തന്നെയാണ് നമ്മളിത് എഴുന്നേറ്റ് നിന്ന് ചൊല്ലി തീർക്കേണ്ടത്. ദേശീയ ഗാനം അവഹേളിക്കുന്നതും കുറ്റകരമാണ്. ദേശീയ ബഹുമതിയെ അവഹേളിക്കുന്നത് തടയുന്ന നിയമം 1971 പ്രകാരം അനാദരവോ അവഹേളിക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടതാകുന്നു. നമ്മുടെ ദേശീയ ഗീതം വന്ദേ മാതരം. ഇത് എഴുതിയത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഒപ്പം തന്നെ തുല്യ പദവിയും ആദരവുമാണ് ദേശീയ ഗീതത്തിനുള്ളത്. ഇത് നമ്മുടെ ദേശഭക്തിയെയും നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കാനും ഈ ദേശീയ ഗീതം സഹായിക്കുന്നു. ഇത് ചൊല്ലുന്നതിനോ ആലപിച്ച് തീർക്കുന്ന നിർബന്ധിതമായ സമയമോ ചട്ടങ്ങളോ ഇല്ല. പക്ഷെ തുല്യ ബഹുമാനവും ആദരവുമാണ് ദേശീയ ഗീതത്തിന് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് ദേശീയ ഗാനവും ദേശീയ ഗീതവും അർത്ഥങ്ങൾ മനസ്സിലാക്കി ചൊല്ലിക്കൊടുത്ത് അതിൻ്റെ പ്രാധാന്യവും ദേശസ്നേഹവും ഇതിലൂടെ വളർത്തിക്കൊടുക്കുക.